2021 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് ഇത്. റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 3n+2 3n+2 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും പൊതുവ്യത്യാസവും എഴുതുക. ഇവിടെ നമുക്കൊരു ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേമും പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിന്റെ എക്സ്പ്ലനേഷൻ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കാണുന്നത്? dn+f-d എന്ന ഇക്വേഷൻ ഉപയോഗിച്ചു. ഇതിൽ ഡിന്റെ സ്ഥാനത്ത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും എഫിന്റെ സ്ഥാനത്ത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കിട്ടുന്നു. ഇനി ഇവിടെ നമുക്ക് ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. അതിൽ നിന്നും ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപത്തിന്റെ ഫോർമാറ്റ് an+b എന്നാണ്. ഇനി ഇതിലെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്നത് എന്നിന്റെ കൂടെയുള്ള സംഖ്യയാണ്. ഇവിടെ എന്നിന്റെ കൂടെ a അല്ലേ, അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം a ആണ്. ഇനി ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ n അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു, ബാക്കി എന്താണ്? a+b എന്നാണ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. ഇവിടെ പ്ലസിന്റെ സ്ഥാനത്ത് മൈനസ് ആണെങ്കിൽ a-b. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എന്താണ്? 3n+2 ആണ്. അങ്ങനെയെങ്കിൽ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്തായിരിക്കും? എന്നിന്റെ കൂടെയുള്ള സംഖ്യ ഏതാ? 3. ഇനി ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്തായിരിക്കും? ഈ n അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു, ബാക്കി എന്താ? 3+2 എത്രയാ? 5. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 3 ആണ്. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 5 ആണ്. 2021 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 20 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കാണുവാനായി അടിയിലുള്ള വീഡിയോ കണ്ടു നോക്കുക. താങ്ക്